കടലക്കറിയും പുട്ടുമാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കടല നല്ല വൃത്തിയായിട്ട് കഴുകി നമുക്ക് അടുപ്പിലോട്ട് വയ്ക്കാം. വെള്ളം ഒഴിച്ച് 2-3 വെളുത്തുള്ളി ഇട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് മഞ്ഞൾപ്പൊടി, ശകലം മഞ്ഞൾപ്പൊടി നമുക്കിനി അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഗ്യാസ് കത്തിച്ച് വെച്ചു അതിരുന്ന് വേവട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് സവാള, ഇഞ്ചി, മുളക്, വെളുത്തുള്ളി ഇത്രയും നമുക്കൊന്ന് റെഡിയാക്കി എടുക്കാം. കടലക്കറിക്കുള്ള ആവശ്യമായിട്ടുള്ള ഉള്ളി, സവാളയാണ് നമ്മൾ എടുത്തേക്കുന്നത്. ചെറുള്ളിയും കൊള്ളാം, ഇപ്പം നമുക്ക് സവാളയേ ഉള്ളൂ. അതുപോലെ തന്നെ വെളുത്തുള്ളി കുറച്ച്, പച്ചമുളക് 2 എരിവിൻ്റെ അനുസരിച്ച്, പിന്നെ ഇഞ്ചി ഇത്രയും വേണ്ട, കുറച്ച് മതി, ശകലം കറിവേപ്പില, തേങ്ങാക്കൊത്ത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് തേങ്ങാക്കൊത്ത്. ബീഫിലും കടലക്കറിയിലൊക്കെ ഇട്ട് കൂടുതലിടുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ചീനിച്ചട്ടി വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോൾ നമ്മൾ ഉള്ളി അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഉള്ളിയുടെ കൂടെ തന്നെയാണ് നമ്മൾ വെളുത്തുള്ളി, പച്ചമുളക് ഇടുന്നത്. ഉള്ളിയൊന്ന് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഉള്ളി ഒന്ന് വാടി കിട്ടാൻ വേണ്ടി നമ്മൾ ശകലം ഉപ്പിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. ഉള്ളി ചെറുതായിട്ടൊന്ന് വാടി വന്നപ്പോൾ നമ്മൾ തേങ്ങാക്കൊത്തും കുറച്ച് ഒരു ശകലം ഇഞ്ചി ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇതിങ്ങനെ വാടട്ടെ. അതിന് ശേഷം നമുക്ക് പുട്ടുപൊടി നനച്ച് വയ്ക്കാം. നമ്മളെടുത്തേക്കുന്ന പുട്ടുപൊടി ഇത് വാങ്ങിച്ചുകൊണ്ട് വന്നതാണ്. ശകലം ഉപ്പിടുന്നേ. പുട്ടിന് ആവശ്യമായിട്ടുള്ള തേങ്ങ എടുക്കുകയാണ്. നല്ലതുപോലെ ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഉള്ളിയും തേങ്ങാക്കൊത്തും നല്ലതുപോലെ വഴണ്ട് വന്നിട്ടുണ്ട്. അതിലോട്ട് നമ്മൾ ഇനി മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കാൻ പോകുന്നത്. ആവശ്യത്തിനുള്ള മുളക് പൊടി എരിവിൻ്റെ അനുസരിച്ച് വേണം ഇടാനേ. നമുക്ക് ഇച്ചിരി എരിവ് ഇച്ചിരി കൂടുതൽ വേണം. നമ്മൾ ആദ്യം കടല വെച്ചപ്പോൾ മഞ്ഞൾപ്പൊടി ഇട്ടാണ് നമ്മൾ വെച്ചത്. അതിൻ്റെ അനുസരിച്ച് വേണം പിന്നെ നമ്മൾ ഇടാൻ. ഞാൻ മുളക് പൊടിയും സവാളയും തേങ്ങാക്കൊത്തും എല്ലാം കൂടി ഇട്ട് നമ്മളിനി നല്ലതുപോലെ ഒന്ന് വഴറ്റി എടുക്കുക. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പില. നമുക്കൊന്ന് തുറന്ന് നോക്കാം കടല വെന്തോ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. നല്ലതായിട്ട് വെന്ത് ഈ കണക്കാണ് വേണ്ടത്. ഈ കടലയ്ക്കകത്ത് ശകലം വെള്ളം കൂടുതലായിരുന്നേ. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് വെള്ളം നമ്മൾ ഇതിലോട്ട് ഒഴിക്കുക. ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ കടല അറിഞ്ഞ് അതിലോട്ടിട്ട് കൊടുക്കുക.
നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. നമ്മൾ വീട്ടിൽ പൊടിച്ചെടുത്ത ഗരം മസാലയാണ് ഇടുന്നത്. അതും ആവശ്യത്തിനിടണേ. ഇന്ന് ഒത്തിരി താമസിച്ചു പോയി. നല്ല മഴയായിരുന്നു ഇവിടെ. അപ്പോൾ മഴ ഇച്ചിരി തോന്നി നിൽക്കുന്നു. പിന്നെ കുഞ്ഞ് നല്ല വഴക്കായിരുന്നു. ഇങ്ങനെ നല്ല നിർബന്ധമായിരുന്നു കുഞ്ഞിന്. അതുകൊണ്ട് ഇച്ചിരി താമസിച്ചു പോയി. ഇനി ഇതിനോടൊപ്പം തന്നെ നീ ചോറും വെക്കണം ഞങ്ങൾക്ക്. ഇപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത് ചിരട്ടപ്പുട്ടാണ്. തേങ്ങ ആദ്യം വെക്കുക. ഈ പരുവത്തിനാണ് നമ്മൾ നനച്ചെടുത്തേക്കുന്നത്. നമ്മൾ വാരി വെക്കുന്നു. അത് കഴിഞ്ഞിട്ട് ശകലം തേങ്ങയും കൂടെ വെക്കണം. ആരി വെച്ചിട്ട് തേങ്ങ വെക്കണം. വെച്ചിട്ട് വെക്കുകയാണ്. നമ്മുടെ പുട്ട് ഇതാ റെഡി ആയിട്ടുണ്ട്. ഇതെടുത്ത് നോക്കാം നമുക്ക്. എങ്ങനെ ആയിട്ടുണ്ടെന്ന് നല്ല വെള്ളമൊക്കെ കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനോട്ട് കടുക് താളിക്കാം. തീയത്തിട്ട് വെളിച്ചെട്ടി വെച്ചു. ഇഞ്ചടി ചൂടായി വന്നപ്പോൾ നമ്മൾ വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുന്നു. വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോൾ നമ്മൾ കടുക് ഇട്ട് കൊടുക്കുന്നു. 2 വറ്റൽമുളകും കൂടെ മുറിച്ചിട്ട് കൊടുക്കുന്നു. അതിൻ്റെ കൂടെ തന്നെ കറിവേപ്പില. കടു വറുത്ത ഉടൻ തന്നെ നമ്മൾ ഇളക്കി വെക്കരുത്. നമ്മൾ അടച്ച് വെക്കണം. അടച്ച് ഇച്ചിരി നേരം കഴിഞ്ഞിട്ട് വേണം തുറന്ന് എടുക്കാൻ. കടലക്കറി ഒഴിക്കുകയാണ്. കടലക്കറിയും നമ്മുടെ പുട്ടും എങ്ങനെയുണ്ടെന്ന് നോക്കാമേ. നല്ല മഴയാണ് ഇവിടെ. മഴ ഇച്ചിരി തോന്നി വീണ്ടും തുടങ്ങിയ മഴ. ചൂട് നല്ല ചൂടാ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കടലക്കറിക്കകത്ത് തേങ്ങാപ്പത്ത് തന്നെ. ബേബിയും ഇഷ്ടമാണ്. നല്ല ചൂടാണ്. നമ്മുടെ പുട്ടാണെങ്കിൽ കുത്തിരിയുടെ പുട്ടാണ്, ചുമന്ന പുട്ട്. നമ്മൾ സാധാ ഒരു കടലക്കറി വെച്ചത്. ഒത്തിരി സാധനങ്ങൾ ഇതൊന്നും ഇട്ടിട്ടില്ല. സാധാ ഒരു കടലക്കറി നമ്മൾ വെച്ചത്. നമുക്ക് പുട്ടിൻ്റെ കൂടെ കുടിക്കാനുള്ളത് ചായയാണ്.